കണ്ണൂരിൽ KSU പ്രതിഷേധത്തിനിടെ മന്ത്രി വീണ ജോർജിന് പരിക്ക് എന്നുള്ളതാണ് ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. മന്ത്രിയുടെ കഴുത്തിനും കൈക്കും പരിക്കുണ്ടെന്നാണ് അറിയാൻ കഴിയുന്നത്. ഈ ആരോഗ്യ മേഖലയിൽ വന്ന ഈ മാറ്റങ്ങൾക്കാണ് ആ കരിങ്കൊടിയെങ്കിൽ അത് പൂമാലയായിട്ട് ഞാൻ സ്വീകരിക്കുന്നു. മിനിസ്റ്റർക്ക് നേരെ കയ്യേറ്റ ശ്രമം നടന്നിരിക്കുകയാണ്. മിനിസ്റ്ററുടെ കഴുത്തിന് പരിക്കുണ്ട്. മിനിസ്റ്റർ ഇപ്പം ഈ ട്രെയിനിൽ സഞ്ചരിക്കേണ്ട എന്റെ കൂടെ. മിനിസ്റ്റർക്ക് പരിക്കേറ്റിരിക്കുകയാണ്. ഇപ്പൊ മിനിസ്റ്റർ ഇപ്പൊ അഡ്മിറ്റ് ചെയ്യാൻ പോകണം. തീക്കട്ട കൊണ്ട് തലചൊരുകയാണെന്നുള്ള വിവരം യൂത്ത് കോൺഗ്രസ് KSUക്കാർക്ക് നല്ല ബോധം വേണം. കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഇത് ആദ്യത്തെ സംഭവമാണെന്നാണ് തോന്നുന്നത്. അപ്പൊ ഞാൻ പൊട്ടനാ? എങ്ങോട്ടാണ് നമ്മുടെ നാട് പോകുന്നത് എന്ന് നാം ഗൗരവമായി ചിന്തിക്കണം. ആള് പഴയ വലിയ നാടക നടനാ. ഇതിനെല്ലാം നേതൃത്വം കൊടുക്കുന്നവർ കേരളത്തെ ഒരു കലാപഭൂമിയാക്കാൻ വേണ്ടിയാണ് ശ്രമിക്കുന്നത്. എങ്ങനെ ഇരിക്കണം? കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ ഇന്നേ വരെ ഒരു വനിതാ മന്ത്രിക്കെതിരായി നേതാക്കൾക്കെതിരായിട്ട് നടന്നിട്ടില്ല. ഇത് ആസൂത്രിതമായിട്ട് പ്ലാൻ ചെയ്ത ഒരു പദ്ധതിയുടെ ഭാഗമാണ്. കേസ് കൊടുക്കണം പിള്ളേച്ചാ, പോലീസ് അന്വേഷിക്കട്ടെ. അതെന്താ ഈ നാട്ടിൽ ക്രമസമാധാനം ഇല്ലാതായോ? നമ്മുടെ കേരളം ഇതിനു മുമ്പ് ദർശിക്കാത്ത രീതിയിലുള്ള കാര്യങ്ങളാണ് ഇപ്പൊ പ്രതിപക്ഷത്തിന്റെ ഭാഗത്ത് ഉണ്ടാവുന്നത്. വളരെ ഗുരുതരമായിട്ടുള്ള പ്രശ്നമല്ലേ മന്ത്രിക്ക് നേരെ, അതും ഒരു വനിതാ മന്ത്രിക്ക് നേരെ ശാരീരികമായി കയ്യേറ്റം നടത്തുക എന്നുള്ളത്. അന്തരീക്ഷത്തിന്റെ മട്ടും ഭാവവും മാറുന്ന കാണുന്നില്ലേ? മൈലപ്ര ബദനി സ്കൂളിലെ മോണാക്ടിൽ 1ാം സ്ഥാനം നേടിയ ആ പെൺകുട്ടിയുടെ അഭിനയ പാടവത്തോടുകൂടി തന്നെയാണ് ഇത്ര വർഷങ്ങൾക്ക് ശേഷവും വീണ ജോർജ് അഭിനയിച്ച് തകർത്ത് അഭിനയിക്കുന്ന ഒരു രംഗം നമ്മൾ ഇന്ന് കണ്ണൂർ കണ്ടത്. മുഖ്യമന്ത്രി വീണ ജോർജിനെ സന്ദർശിച്ചതിന്റെ ആശുപത്രിയിൽ കണ്ടതിന്റെ ചിത്രങ്ങളടക്കം പുറത്തു വന്നിട്ടുണ്ട്. അതാണ് പ്രേക്ഷകർ കാണുന്നത്. എന്തൊക്കെയാണ് ഈ കൊച്ചു കേരളത്തിൽ സംഭവിക്കുന്ന? പ്രാഥമികമായ അന്വേഷണത്തിലും ഇതുവരെ വാർത്താ ചാനലുകളിൽ വന്നിരിക്കുന്ന ദൃശ്യങ്ങൾ പരിശോധിച്ചതിലും KSUക്കാർ പ്രതിഷേധം നടത്തിയെന്നുള്ള ശരിയാണ്. പക്ഷെ അവരുടെ അടുത്തുപോലും എത്തിയിട്ടില്ല. അഭിപ്രായങ്ങളോട് 100% ഞാൻ യോജിക്കുന്നു. ആരും അവരുടെ അടുത്തേക്ക് പോയിട്ടില്ല. 3-4 KSUക്കാരും 35 പോലീസുകാരുമാണ് ഉണ്ടായിരുന്നത്. അങ്ങോട്ടേക്ക് നോക്കൂ. ഞാൻ എന്നേ പറഞ്ഞില്ലേ ഇതൊക്കെ പറ്റിപ്പാണെന്ന്. ഇയാളെ ഇനി നമ്മൾ വിശ്വസിക്കൂല. കള്ളെ കാട്ടുകളെ ഒത്തില്ല. നന്മയുള്ള ലോകമേ കാത്തിരുന്നു കാണുക, കരളുടഞ്ഞ് വീഴുന്നില്ല കേരളം.